സംസാരിച്ചിട്ട് പിരിയുന്ന സമയമുണ്ടല്ലോ, സംസാരിച്ചിട്ട് പിരിയുന്ന സമയമുണ്ടല്ലോ, മൂസാ നബി അതാ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ അക്റംതു അഹദും മിത്ല മാ അക്റംതനീ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ, ഞാനല്ലാതെ വേറൊരു പ്രവാചകനും നിന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ പടച്ച റബ്ബേ, ഞാനല്ലാതെ മറ്റൊരാളും ഇന്നവരെ നിന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ പടച്ചവനെ, എന്നെക്കാളും മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എന്ന് മഹാനായ മൂസാ നബി അവിടുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു അവിടുന്ന് പറയുകയാണ്, മൂസാ ഇന്നലി ഇബാദൻ ഉഖ്രിജുഹു ഫി ആഖിരി സമാൻ. അല്ലാഹു പറയുന്നു, മൂസാ, അവസാനം ഒരു സമുദായം കടന്നു വരാനുണ്ട് മൂസാ, അവസാനം ഒരു സമുദായം കടന്നു വരാനുണ്ട് മൂസാ, അവർ നിന്നെക്കാളും മഹത്വമുള്ളവരാണ് മൂസാ. മൂസാ നബിക്ക് വല്ലാതെ അത്ഭുതമായി, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ച മൂസാ നബിയേക്കാൾ മഹത്വമുള്ളവരാണ് നമ്മളെന്ന് അള്ളാഹു അതാ മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മൂസാ നബി ചോദിക്കുകയാണ്, അതിന്റെ കാരണം എന്താണ് പടച്ചവനെ, അതിന്റെ കാരണം എന്താണ് പടച്ച റബ്ബേ? ആ സമയത്ത് അള്ളാഹു പറയുകയാണ്, വഇന്നി കലിമതു ബൈനി വബൈനക 70,000 ഹിജാബ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അതിന്റെ കാരണം എന്താണ് പടച്ചവനെ, അവർക്ക് ഈ പദവി ലഭിക്കാനുള്ള കാരണം എന്താണ് പടച്ച റബ്ബേ? ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, നീ എന്നോട് സംസാരിച്ചപ്പോൾ, ഞാനും നീയും പരസ്പരം സംസാരിച്ചപ്പോൾ നമ്മളുടെ രണ്ടുപേരുടെയും ഇടയിൽ 70,000 മറകൾ ഉണ്ടായിരുന്നു മൂസാ. എന്റെ സംസാരം നീ കേട്ടത് 70,000 മറകൾക്ക് അപ്പുറത്ത് നിന്നായിരുന്നു മൂസാ. പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ, അവസാന സമുദായം നോമ്പ് പിടിച്ച് മുറിക്കുന്ന സമയമുണ്ടല്ലോ, രാവിലെ മുതൽ പട്ടിണിയിരുന്നിട്ട് 14 മണി എന്റെ അടിമകൾ എന്നോട് ദുആ ചെയ്യുമ്പോൾ അവരുടെയും എന്റെയും ഇടയിൽ ഒരു മറ പോലും ഉണ്ടാവില്ലെന്ന് ശഫീഉനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, എത്രത്തോളമാണ് അല്ലാഹു നമുക്ക് തന്ന പദവി, എത്രത്തോളമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു തന്ന ശ്രേഷ്ഠത. ഇതിനെ